പിണറായി സർക്കാർ തികച്ചും പരാജയമാണ് ഇവിടെ നടക്കുന്നത്. കാരണം കുട്ടിയോഷിച്ച PR വർക്ക് മാത്രമല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഇപ്പോൾ ആരോഗ്യമേഖല തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇവിടെ കുട്ടിയുടെ ആരോഗ്യമേഖല ഭയങ്കര വിപുലീകരിച്ചുകൊണ്ട് ഭയങ്കര എല്ലാ മേഖലകളിലും അഭിവൃദ്ധിപ്പെടുക. അദ്ദേഹം തന്നെ സഖാവ് പിണറായി തന്നെ പോണത് അമേരിക്കയിൽ ചികിത്സയ്ക്കാണ്. അത് വ്യക്തമായ ഒരു സൂചന നൽകുന്നതാണ്. ഞാനൊരു സാധാരണ ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെ ഒരു ദിവസം ഈ എറണാകുളം സിറ്റിക്കകത്ത് സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്ത് കിടന്ന് ഞാൻ ഓടുന്നത്. ഈ മെട്രോൻ്റെ വർക്ക് കാരണം നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ബ്ലോക്ക് കാരണം വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. നമുക്ക് കിട്ടുന്ന തുകകൾ നമുക്ക് മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇന്നത്തെ നിലവാരം മാർക്കറ്റിലെ ഒരേ സാധനങ്ങൾ മത്സ്യമാണെങ്കിലും മറ്റുള്ള സാധനങ്ങൾ പലചരക്കാണെങ്കിൽ എന്ത് വാങ്ങിക്കാനാണെങ്കിലും നമുക്ക് ആ പണം കൊണ്ട് തികയുന്നില്ല. നമുക്കൊരു കടം വീട്ടാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് കടം മേടിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മുടെ ഈ പിണറായി സർക്കാർ ഇന്നലത്തെ പുതിയൊരു വാഹനം മുഖ്യമന്ത്രിക്ക് വാങ്ങിക്കുന്നത്. 1.5 കോടി രൂപയാണ്. ഈ അടുത്ത കാലത്താണ് ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അത് മാറ്റിയിട്ടത്. പിന്നെയും നമുക്ക് ഈ സന്ദർഭത്തിൽ മേടിക്കുന്നത്. ഈ പെൻഷനും ശമ്പളവും എല്ലാം കടം മേടിച്ച് കൊടുക്കുന്ന ഒരു സർക്കാർ എന്തിനു വേണ്ടിയാണ് ഈ സമയത്ത് ഒരു 1.5 കോടി മുടക്കി ഒരു വാഹനം വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ?